Hello guys, welcome back to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡിവൈസ് ആണ്. ഇതാണ് നമ്മുടെ ഡിവൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഏത് ടി വി ആണെങ്കിലും നമുക്കത് സ്മാർട്ട് ടി വി ആക്കാൻ പറ്റും. ഇത് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഏത് പഴയ ടി വി ആണെങ്കിലും നമുക്കതിനകത്ത് യൂട്യൂബും ഫേസ്ബുക്കും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചറും കാര്യങ്ങളും ഈ ഡിവൈസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഇതെങ്ങനെ നമ്മൾ ടി വിയിലേക്ക് കണക്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോക്സിൽ ഇത്ര സാധനങ്ങളുണ്ടാവുക. ഒരു IR ഉണ്ടാവും. ഈ IR നമുക്ക് നമ്മുടെ ബോക്സിലേക്ക് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സിലേക്ക് IR കണക്ട് ചെയ്യണം. പിന്നൊരു അഡാപ്റ്റർ ഉണ്ട്, അതായത് 5 വോൾട്ട് 1 ആമ്പർ അഡാപ്റ്റർ. ഇതിപ്പോൾ ഞാൻ വേറെ വാങ്ങിയതാണ്. ഇതിൻ്റെ അഡാപ്റ്ററൊന്നും ഇപ്പോൾ കയ്യിലില്ല. ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. ബോക്സും റിമോട്ട് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. നമ്മൾ വാങ്ങുമ്പോൾ ഈ എല്ലാ സാധനങ്ങളും കിട്ടും, അതായത് IR-ഉം അഡാപ്റ്ററും ഒക്കെ കിട്ടും. ഇതാണ് റിമോട്ട്. ഇത് വെച്ച് നമുക്ക് മൗസ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഓപ്ഷനും ഉണ്ട്. നമുക്കിവിടെ IR കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പഴയ ടി വി ആണെങ്കിൽ നമുക്ക് AV ഇൻപുട്ടുണ്ട്, ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ IR കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ അഡാപ്റ്റർ ഇപ്പോൾ അവിടെ IR കൊടുത്തു. ഇത് HDMI ആണ്. അപ്പോൾ നമ്മുടെ ടി വിയിൽ HDMI ഉണ്ടെങ്കിൽ HDMIയിലേക്ക് കൊടുക്കാം. അതല്ല പഴയ ടി വി ആണെങ്കിൽ നമുക്ക് AV പോർട്ട് ഉണ്ട്, അതിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ടി വി ആണെങ്കിലും സ്മാർട്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. നമുക്ക് അഡാപ്റ്റർ ഇവിടെ കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ഇനി സിമ്പിളാണ്. നമുക്ക് HDMI കൂടെ ടി വിയിലേക്ക് കണക്ട് ചെയ്താൽ മതി, വരുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് പവറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി HDMI കണക്ട് ചെയ്യാം. ഇതാണ് HDMI പോർട്ട് വരുന്നത്. ഞാൻ ഇപ്പോൾ HDMI കണക്ട് ചെയ്യാണ്. നമ്മൾ നോർമൽ ടി വി ആണെങ്കിൽ നമുക്ക് AV പോർട്ടുണ്ട്. AVയുടെ പോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ടി വി ആണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ HDMI കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ IR. ഓക്കെ, നമുക്കിത് കുറച്ച് അങ്ങോട്ട് ഒതുക്കി വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കിനി ടി വിയിൽ കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. ടി വിയിൽ നമുക്കിനി AVയിൽ നിന്നും HDMIയിലേക്ക് മാറ്റാനുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ടി വി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടി വിയുടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ടി വി ഇപ്പോൾ AVയിലാണുള്ളത്. അത് നമുക്ക് HDMIയിലേക്ക് മാറ്റണം. മീൻസ് നമ്മൾ ഇതിൻ്റെ കണക്ടർ കൊടുത്തത് HDMI ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ HDMI 2 കൊടുത്തു. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ, നമുക്കിപ്പോൾ വരും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം HDMI 1 കൊടുക്കാം. ഞാൻ HDMI 1 കൊടുത്തെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ടി വിയിലേക്ക് ആൻഡ്രോയിഡ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടി വി ഇപ്പോൾ ആൻഡ്രോയിഡ് ടി വി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേ സ്റ്റോർ, യൂട്യൂബ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി യൂട്യൂബൊക്കെ എടുത്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് നെറ്റ് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് റിമോട്ട് വെച്ചിട്ട് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിമോട്ട് അല്ലെങ്കിൽ മൗസ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെറ്റിങ്സ് എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ വൈഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വൈഫൈ. ഇപ്പോൾ ഒരു വൈഫൈ വന്നിട്ടുണ്ട്. എൻ്റെ വൈഫൈ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ആ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്, സിമ്പിളാണ്. ഓക്കെ, ഇപ്പം വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. നമുക്കിനി എന്തെങ്കിലും ബ്രൗസറൊക്കെ എടുത്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാം, വർക്കാവുണ്ട് നോക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ ലോഡാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാം. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ സെറ്റപ്പും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇത് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. നമ്മൾ ഫോണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ
നമുക്ക് നമ്മുടെ ടി വിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലെ എല്ലാ സെറ്റപ്പ് കാര്യങ്ങളും ഈ ഡിവൈസിലുണ്ട്. എല്ലാ ആപ്പും സപ്പോർട്ടുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടി വിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ മൗസിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം, എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഇതിനകത്ത് മൗസ് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൗസിൻ്റെ കൂടെ വരില്ല, മൗസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ഞാനിപ്പോൾ മൗസ് കണക്ട് ചെയ്യാണ്. നമുക്ക് ഡിവൈസിലേക്ക് നമ്മുടെ മൗസ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് 2 USB പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡിനുള്ള സ്ലോട്ടും ഉണ്ട്. നമുക്കൊരു USB അല്ലെങ്കിൽ ഒരു മൗസും കൊടുക്കാം, അതുപോലെ തന്നെ മെമ്മറി കാർഡും കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒന്നിൽ മൗസ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ മൗസ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്കിനി മൗസ് വെച്ചിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ എടുക്കാം. നമ്മുടെ വീഡിയോ എടുത്ത് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ സാർ, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, വീഡിയോ പ്ലേ ആവും. ഓക്കെ, ലോഡിംഗ് ആണ് ഫ്രണ്ട്സ്. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ വീഡിയോ എന്തെങ്കിലും പ്ലേ ആവാൻ ടൈം എടുക്കും. നമുക്കിനി ബാക്കി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിനി പ്ലേ സ്റ്റോർ എടുത്ത് നോക്കാം. നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിലെ ആപ്പും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഇപ്പോൾ വാട്സപ്പ് നോക്കാം. വാട്സപ്പ് ഓക്കെ, വാട്സപ്പ് എന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നോക്കാം വാട്സപ്പ് സപ്പോർട്ടാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉള്ള പോലെ തന്നെ എല്ലാ ആപ്പും കാര്യങ്ങളും സപ്പോർട്ടഡാണ്. അപ്പോൾ വാട്സപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടി വിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ എബൌട്ട് നോക്കാം, ആൻഡ്രോയിഡ് വേർഷൻ നോക്കാം. നമ്മൾ ഫോണിൻ്റെ നോക്കുമ്പോൾ തന്നെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ സെറ്റിങ്സും ഉണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലുള്ള എല്ലാ സെറ്റിങ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെയായിട്ട് നമുക്ക് എബൌട്ട് ഉണ്ട്. നമുക്ക് എബൌട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിവൈസിൻ്റെ നെയിം കാണാം. ഇവിടെ താഴെയായിട്ട് വേർഷൻ ആൻഡ്രോയിഡ് 7 ആണ്. നൗഗട്ടിലാണ് നമ്മുടെ ഡിവൈസ് ഇപ്പോൾ റൺ ആവുന്നത്. ആൻഡ്രോയിഡ് 7 ഇപ്പോൾ കാണാം നൗഗട്ട്. നമ്മൾ ഫോണിൽ എങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നോ അതേപോലെ തന്നെയാണ് വരുന്നത്. അത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ടി വി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, എല്ലാം അപ്ഡേറ്റഡ് ആണ്. നമുക്കിനി ഇതിനകത്തുള്ള ആപ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിപ്പോൾ എല്ലാ ആപ്പും സപ്പോർട്ടാണ്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ സപ്പോർട്ടാവുന്ന എല്ലാ ആപ്പും സപ്പോർട്ടാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആപ്സ് ഉണ്ട്. എല്ലാ ആപ്പും സപ്പോർട്ടാണ്. ഇവിടെ IBMS 4500 ഇത് മിക്ക സ്മാർട്ട് ടി വിയിലും സപ്പോർട്ട് ആവാറില്ല. അതായത് ഇത് ക്യാമറയുടെ ആപ്പാണ്. നമ്മുടെ വീട്ടിലെ ക്യാമറ ഒക്കെ നമുക്ക് ടി വിയിൽ എങ്ങനെ കാണാൻ സാധിക്കും, അതിനുള്ള ആപ്പാണിത്. ഇത് എല്ലാ ടി വിയിലും സപ്പോർട്ടല്ല. അതായത് പല സ്മാർട്ട് ടി വിയും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്നും ഈ ഒരു ആപ്പ് സപ്പോർട്ട് ആവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ ഒരു ആപ്പ് സ്മാർട്ട് ടി വി ആണെന്ന് പറയുന്നത്, പക്ഷേ ഇങ്ങനെയുള്ള ആപ്പൊന്നും സപ്പോർട്ട് ആവുന്നില്ല. ഇതുപോലെ ഒരുപാട് ആപ്പുണ്ട്, എല്ലാ ആപ്പൊന്നും സ്മാർട്ട് ടി വിയിൽ സപ്പോർട്ട് ആവുന്നില്ല. ആ ഒരു ആപ്പേ കിട്ടുന്നില്ല. എന്നാൽ ഇതിനകത്ത് എല്ലാ ആപ്പും കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ പ്ലേ സ്റ്റോർ എടുത്ത് നോക്കാം. ഇവിടെ ലുഡോ കിങ് നമ്മൾ കളിക്കുന്ന ഗെയിമാണ്. ഗെയിംസൊക്കെ ഒരുപാടുണ്ട്. നമ്മളെ ഫോണിലുള്ള എല്ലാ ഗെയിംസും ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ലുഡോ കിങ് എടുക്കാം. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും കളിക്കുന്ന ഗെയിമായിരിക്കും. ഈ ഗെയിം വരെ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റും. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫേസ്ബുക്ക്, നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ടി വി ആക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. അത്രക്കും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആൻഡ്രോയിഡ് ടി വി ബോക്സ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഒരു കോൺടാക്റ്റ് നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായി കോൺടാക്റ്റ് ചെയ്യാം. കണ്ണൂരുള്ളൊരു കമ്പനിയാണ്, നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൗസിന് പകരം നമ്മൾ റിമോട്ട് വെച്ച് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ റിമോട്ട് വെച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കെയർ വേണം, അപ്പോൾ ഞാൻ പവർ ഓഫ് ആക്കി. നമുക്ക് റിമോട്ട് വെച്ച് മൗസ് പോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അതുകൂടെ നൈസായിട്ട് അടിക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.